ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നോക്കാം. വിറ്റോ വിശ്വാസ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വിജയകുമാറിന് ജാമ്യമില്ല. ഇരു ജാമ്യ ഹർജികളും വിജിലൻസ് കോടതി തള്ളി. ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമാണ് വിജയകുമാർ. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി നൽകിയത്. എ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ ഒപ്പുവെച്ചതെന്ന് വിജയകുമാർ മൊഴി നൽകിയിരുന്നു. മനോജ് ഉണ്ട് വിവരങ്ങളുമായി. മനോജ്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്? ഗൗതം, ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്ന എൻ വിജയകുമാറിന്റെ 2 ജാമ്യ ഹർജികളും വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് CPM പ്രതിനിധിയായിരുന്നു ബോർഡിൽ എൻ വിജയകുമാർ. 2025 ഡിസംബർ 29-നാണ് പ്രത്യേക അന്വേഷണ സംഘം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട 2 കേസിലും പ്രതി ചേർക്കപ്പെട്ട വിജയകുമാർ ഈ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ ഒപ്പുവെച്ചതെന്നും തനിക്ക് സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്നുമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. റിമാൻഡിൽ കഴിയവേ സമർപ്പിച്ച ജാമ്യ ഹർജിയാണ് ഇന്ന് കോടതി വിധി പറഞ്ഞത്. ഇതിൽ 2 ജാമ്യ ഹർജികളും തള്ളുന്നത്, അതായത് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നത്. എന്നാൽ അത്തരം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് കോടതി ഈ ജാമ്യ ഹർജികൾ തള്ളിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വിജയകുമാർ നൽകിയ മൊഴിയും നിർണായകമായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 8 പ്രതികൾ ഇതിനോടകം തന്നെ ജാമ്യം നേടി ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ വിജയകുമാർ ഇപ്പോഴും റിമാൻഡിൽ കഴിയുന്നത് 90 ദിവസം പൂർത്തിയാകുന്നത് തന്നെയാണ്. ഇപ്പോൾ 2 ജാമ്യ ഹർജികളും തള്ളിയ ഈ ഒരു സാഹചര്യത്തിൽ ഇനി 90 ദിവസം കഴിഞ്ഞതിന് ശേഷം സ്വാഭാവിക ജാമ്യ ഹർജിയിലോട്ട് നീങ്ങാനാണ് വിജയകുമാറിന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 2 ജാമ്യ ഹർജികളും തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരു ജാമ്യ ഹർജികളും തള്ളിയത്. മനോജ്, ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാർ, CPM നേതാവ് കൂടിയായിട്ടുള്ള വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ 2 കേസുകളിലും ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്.